ഹായ് ട്രേഡേഴ്സ്. അൽപാരി ബ്രോക്കറിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ അൽപാരിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അൽപാരിയിലേക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ അൽപാരി അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ അൽപാരി അക്കൗണ്ട് വെരിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായി നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മൊബൈലിലൂടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സ്ക്രീനിൻ്റെ ഇടതുവശം മുകളിലായിട്ട് പ്രൊഫൈൽ ഐക്കൺ കാണിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണിക്കുന്ന ഓപ്ഷനുകളിൽ വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം വെരിഫൈ യുവർ ഐഡന്റിറ്റി എന്നതിന് താഴെയായി ഇതുപോലൊരു ഗ്രീൻ ടിക്ക് മാർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫൈഡ് ആണ്. ഇത് കൺഫേം ചെയ്തതിനു ശേഷം നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനായി ഫണ്ട്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അൽപാരിയിൽ നമുക്ക് നമ്മുടെ ലോക്കൽ കറൻസിയിലും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിലും ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എനിക്ക് ലോക്കൽ കറൻസിയായി കാണിക്കുന്നത് INR ആണ്. അതിന് കാരണം എൻ്റെ ഇന്ത്യൻ ID പ്രൂഫ് ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മറ്റു രാജ്യങ്ങളിലെ അവരുടെ ID പ്രൂഫ് ഉപയോഗിച്ചാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതാത് രാജ്യങ്ങളിലെ ലോക്കൽ കറൻസിയിലായിരിക്കും ഡെപ്പോസിറ്റ് ഓപ്ഷൻ കാണിക്കുക. ക്രിപ്റ്റോ കറൻസിയുടെ താഴെയായി ഗോട്ട് എ പ്രൊമോ കോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതെന്താണെന്ന് വെച്ചാൽ, അൽപാരിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അൽപാരി നൽകുന്ന ബോണസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രൊമോ കോഡ് എൻ്റർ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണിവിടെ. ഇപ്പോൾ നിലവിൽ അൽപാരിയിൽ 2 പ്രൊമോ കോഡ്സ് അവൈലബിൾ ആണ്. ഒന്ന് ഹെലോ അൽപാരിയും മറ്റൊന്ന് ഗെറ്റ് 500 അൽപാരിയുമാണ്. ഇതിൽ ഹെലോ അൽപാരി എന്നത് വെൽക്കം ബോണസാണ്. അതായത് അൽപാരിയിൽ നിങ്ങളുടെ ആദ്യത്തെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രൊമോ കോഡ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ $500 വരെ നിങ്ങൾക്ക് ബോണസായിട്ട് ലഭിക്കുന്നതാണ്. അൽപാരിയിലെ റിവാർഡ് പ്രോഗ്രാമുകളെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ബോണസുകളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഈ അക്കൗണ്ടിലെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ആയതുകൊണ്ട് ഞാനിവിടെ വെൽക്കം ബോണസ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതിനായി ഗോട്ട് എ പ്രൊമോ കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്തു വരുന്ന ബോക്സിൽ ഹെലോ അൽപാരി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത പ്രൊമോ കോഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിവിടെ 2 മെത്തേഡിലാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുക. ഒന്നാമത്തേത് നമ്മുടെ ലോക്കൽ കറൻസിയിലും മറ്റൊന്ന് ക്രിപ്റ്റോ കറൻസിയിലുമാണ്. ആദ്യം നമുക്ക് നമ്മുടെ ലോക്കൽ കറൻസിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി INRൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണോ അതിവിടെ എൻ്റർ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് വരുന്നത് 3500 രൂപയാണ്. അതിന് താഴെയുള്ള എമൗണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാനിവിടെ 3500 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. INRന് നേരെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എൻ്റർ ചെയ്യുമ്പോൾ ആ എമൗണ്ടിന് സമാനമായിട്ടുള്ള ഡോളർ എമൗണ്ട് USDക്ക് നേരെയായി കാണിക്കും. ആ എമൗണ്ട് ആയിരിക്കും നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. ഇത് നേരെ തിരിച്ചും നമുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ $50 ആണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതെങ്കിൽ USDക്ക് നേരെയായി 50 എൻ്റർ ചെയ്യുക. അപ്പോൾ INRന് നേരെയായി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട സംഖ്യ കാണിക്കും. ആ എമൗണ്ടാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ താഴെയായി റിട്ടേൺ ടു സോഴ്സ് പോളിസി അപ്ലൈസ് എന്ന് കാണാം. അതെന്താണെന്ന് വെച്ചാൽ, അൽപാരിക്കൊരു ക്ലോസ്ഡ് ലൂപ്പ് പോളിസിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡിൽ തന്നെയായിരിക്കണം വിഡ്രോ ചെയ്യേണ്ടതും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നമ്മുടെ ലോക്കൽ കറൻസിയിൽ ഒരു 100 USD വാല്യൂ വരുന്ന ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി വഴി ഒരു 100 USD കൂടി ഡെപ്പോസിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ വരുന്നത് 200 USD ആണ്. ഈ ഒരു ക്യാപിറ്റൽ ഉപയോഗിച്ച് നമ്മൾ 200 USD പ്രോഫിറ്റ് ഏൺ ചെയ്തു എന്ന് കരുതുക. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ബാലൻസ് വരുന്നത് 400 USD. ഇവിടെ നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് പോളിസി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, ലോക്കൽ കറൻസി വഴി ഡെപ്പോസിറ്റ് ചെയ്ത 100 USD ലോക്കൽ കറൻസിയിൽ തന്നെ വിഡ്രോ ചെയ്യുക എന്നതാണ്. ഈ വിഡ്രോ സക്സസ്ഫുൾ ആയതിനു ശേഷം ബാലൻസ് വരുന്ന 300 USD വെരിഫൈഡ് ആയിട്ടുള്ള മറ്റേത് മെത്തേഡിൽ വേണമെങ്കിലും വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇതിനിടയിൽ ലോക്കൽ കറൻസിയിൽ വീണ്ടും ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ആ ലൂപ്പ് വീണ്ടും കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. എല്ലാവർക്കും ക്ലോസ്ഡ് ലൂപ്പ് പോളിസി എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ബാങ്ക് ട്രാൻസ്ഫർ ആണ്. സോ ബാങ്ക് ട്രാൻസ്ഫർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അൽപാരി അക്കൗണ്ട് ഹോൾഡർ ആരാണോ അവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വേണം ഡെപ്പോസിറ്റ് ചെയ്യാൻ. മറ്റൊരാളുടെ ബാങ്കിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യരുത്. ഈ കോളത്തിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ പുതിയൊരു ടാബ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2 സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് 1ൽ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ കാണിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഫണ്ട് കൃത്യമായി ട്രാൻസ്ഫർ ചെയ്യുക. നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ ആപ്പ് വഴിയോ മറ്റ് UPI ആപ്പുകൾ വഴിയോ ഈ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഫണ്ട് ട്രാൻസ്ഫർ ആയതോടെ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയി. ഇനി സ്റ്റെപ്പ് 2 ആണ്.
ഇവിടെ കാണുന്ന ഈ കോളത്തിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ ഐ ഡി, റെഫറൻസ് നമ്പർ അല്ലെങ്കിൽ UTR നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇത് നമുക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ റെസിപ്റ്റിൽ നിന്നും കിട്ടുന്നതാണ്. അത് കൃത്യമായി എൻ്റർ ചെയ്യുക. ശേഷം ഈ കോളത്തിൽ പേയ്മെന്റ് റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യുക. റെസിപ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ട്രാൻസാക്ഷൻ ഐ ഡി, സെൻഡർ, റിസീവർ ഇത് മൂന്നും കൃത്യമായി കാണുന്ന റെസിപ്റ്റ് ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഐ പെയ്ഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടെ നമ്മുടെ ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ആയി. ഒരു 15 മുതൽ 30 മിനിറ്റിനുള്ളിൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. അൽപാരിയിൽ നമ്മുടെ ലോക്കൽ കറൻസിയിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ ക്രിപ്റ്റോ കറൻസിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. താങ്ക് യു.